ഈ നോമ്പ് കാലത്തും പലരും എന്നോട് ചോദിക്കുക, നിങ്ങൾ ഇന്ന് വരുമ്പോൾ എണ്ണക്കടി കൊണ്ടുവരണം കേട്ടോ. ഞാൻ അല്ലാതെ തന്നെ എണ്ണക്കടി ഒന്നൊക്കെ മാക്സിമം കഴിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ എണ്ണക്കടികളിൽ നമുക്കുണ്ടാവുന്ന കലോറീസ് എത്രയാണ് എന്ന് ഒരു മനുഷ്യന്മാർ ചിന്തിക്കാറില്ല. ഇപ്പോൾ ഒരു പഴത്തിൽ ഇത്ര കലോറി ഉണ്ടാവും, ഒരു നേന്ത്രപ്പഴത്തിലാണെങ്കിൽ 100 ഗ്രാമിൽ 100 കലോറി ഉണ്ടാവുക. അതേ നേന്ത്രപ്പഴം പൊരിച്ച് കഴിക്കുമ്പോൾ അതിൽ 500, 400, 500, 600ഓളം കലോറികൾ ഉണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം. നമുക്കൊരു ദിവസം വേണ്ടത് 2200 കലോറിയാണ്. എന്നിട്ട് മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, എണ്ണക്കടികളുടെ ഒരു ഉത്സവമാക്കിയിട്ട് ഈ നോമ്പ് തുറേണ്ട സമയങ്ങളും മറ്റും മാറ്റുന്ന ഒരു വല്ലാത്ത ദുഃഖകരമായ സത്യം ഈ ഒരു റംസാൻ മാസത്തിൽ ചിലയിടങ്ങളിലൊക്കെ കണ്ടു വരുന്നുണ്ട്. അത് ദുഃഖകരമായ സത്യമാണ്. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോ, ഫ്രൂട്ട്സ് ആഘോഷിച്ചോ, വെജിറ്റബിൾസ് ആഘോഷിച്ചോ, നിങ്ങൾ ചിക്കൻ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാതെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല, പ്രോട്ടീനാണ് കിട്ടുന്നത്. പക്ഷേ ഇതെന്താണ് സാധിച്ചത്, എണ്ണക്കടികൾ പൊരിച്ച് വറുത്തങ്ങോട്ട് കഴിക്കുമ്പോഴേക്ക് നമ്മുടെ നാവിനത് സംതൃപ്തി നൽകും. പക്ഷേ നമ്മുടെ മൊത്തം ടോട്ടൽ ഹെൽത്തിന് അതൊരുപാട് കൊളസ്ട്രോള്, ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. നമ്മൾ കൊഴുപ്പ് അടിഞ്ഞു കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ അടിഞ്ഞു കൂട്ടുന്ന കൊഴുപ്പ് നമ്മൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ രക്തക്കുഴലുകളുടെ അടിവശത്തിലൂടെ ഒരു വലിയ ബ്ലോക്കുകളായിട്ട് അങ്ങ് ഉണ്ടാക്കി തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വലിയ അപകടമാണ് നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലൂടെ രക്തക്കുഴലിലെ അതിലൂടെ രക്തം പ്രവഹിക്കാനുള്ള ഏരിയ അതങ്ങോട്ട് ഒക്കുപ്പൈ ചെയ്യണം. എന്നിട്ട് പാവൽ രക്തത്തിന് അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് പോവുക. നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും രക്തം ആവശ്യമുള്ള ഇടത്തിലേക്ക് എത്തുന്നതിന് മുമ്പിൽ നമ്മൾ സ്വയം ആഡംബര ഭക്ഷണത്തിലുണ്ടാക്കിയത് റോഡ് ബ്ലോക്ക് സൃഷ്ടിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവസാനം എന്താ ചെയ്യുന്നത്, ഹൃദയം പറയാ എനിക്ക് വല്ലതും താ, ഓക്സിജൻ താ എന്ന് കേഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഭക്ഷണ രീതി ഓക്സിജൻ സപ്ലൈയെ മുടക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് അറ്റാക്കായി, സ്ട്രോക്കായി, മറ്റ് പല പ്രശ്നങ്ങളുമായി പിന്നീട് നിത്യവും ഗുളികകൾ കഴിച്ചും മരുന്നും കഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തെ ട്രാപ്പിലേക്ക് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ഇതുപോലുള്ള കടികളും മറ്റും ഒന്നോ ഒക്കെ കഴിക്കുന്നതിനല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതിലേറെ കഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഞാനിപ്പം പറഞ്ഞ ഈ ചിത്രങ്ങൾ ഓടിയെത്തണം. ഇത് നിങ്ങൾ കഴിക്കുന്നു, അമിത കൊഴുപ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു, ആ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സപ്ലൈ ഇല്ലാതാക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സ്ട്രോക്കോ അറ്റാക്കോ ഒക്കെ കൊണ്ടുവരുന്നു. അതങ്ങോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാണ്ടൊന്നും കഴിക്കാൻ തോന്നില്ല. Take care of your health. Okay? Bye.